എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. പൂ പോലെ വരുന്നുണ്ടോ നോക്കട്ടെ. കണ്ടോ നിങ്ങള്? കാണിച്ച പോലെ തന്നെ അതിന്റെ അകത്ത് കാണിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലായിരുന്നു. ഓരോ തവണ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മള് ഹലോ. അപ്പൊ ഇന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വ്യത്യാസപ്പെട്ട് കാണിക്കുന്നത് ഒരു സംഭവം കാണിക്കാനാണ്. നമ്മൾ ടെമൂന്ന് കുറേ സാധനങ്ങൾ മേടിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ചില സാധനങ്ങൾ ലിഫ്റ്റിലായിരുന്നു വരുന്നുണ്ടോ നോക്കിയത്. അപ്പം ചില സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ചെന്നേ കാണിക്കാൻ പറ്റത്തുള്ളൂ, ചില സാധനങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയും കാണിക്കാം. അപ്പം ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ല പ്രയോജനമോ വല്ലോ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ ടെമുവിൻ്റെ അകത്ത് മേടിച്ചു. ഇത് നമ്മളെ ടോയ്ലറ്റ് എന്നാ പറയുന്നത് അതാ ഇതിനൊരു ടോയ്ലറ്റ് ഫ്രഷ്നർ എന്ന് പറയാം, ഒരു എയർ ഫ്രഷ്നർ പോലത്തെ ഒരു ഉപയോഗം. പക്ഷേ ഇത് ടോയ്ലറ്റിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യുന്നതാണ്, മീൻസ് ക്ലോസറ്റിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു ഡുഷ് കണക്കായിരിക്കുന്നത്. ഈ സാധനം ഇത് യെല്ലോ ആണ്, ഇത് ലൈമിൻ്റെ ഫ്ലേവറാണ്. ഇത് പല ഫ്ലേവേഴ്സ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു പിസ്റ്റണും കൂടെ നമുക്കിങ്ങനെ ഉന്താനായിട്ടൊരു പിസ്റ്റണും കൂടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ക്യാപ്പ്. കണ്ടോ, ഇതിങ്ങനെ ഊരണം. ഈ ഫ്ലവറിൻ്റെ അതെ, ഇങ്ങനെ ഇത് ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഇതിലെ കൂടെ ഈ ഫ്രണ്ടിൽ കൂടെയാണ് ഈ ജെല്ലിങ്ങനെ വരുന്നത്. പുറയിലൊന്നും ഊരാനില്ല, ഊരാനില്ല. ഇതിങ്ങനെ ഇങ്ങനെ കയറ്റുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്യുക, നമ്മുടെ ടോയ്ലറ്റിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പം ഈ എന്നാ പറയുന്നത് പത വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വല്ല മണവോ പതയോ ഒക്കെ ഉണ്ടാകുമോ എന്ന്. തമിഴ് ക്ലാസിന്റെ ഇടയിൽ ഇറങ്ങി വന്നു. ഓൺലൈൻ ക്ലാസ്സാ. പുറത്ത് നല്ല തകർത്ത് മഴയാണ്. കൊടുങ്കാറ്റാണോ? മേളിലോട്ടോ സ്റ്റിക്ക് ചെയ്ത് സൈഡിൽ. അപ്പം ഇത് ഞാനിത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ഈ ക്യാമറയുടെ ഇത് കാരണം കാണാൻ മേല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. പൂ പോലെ വരുന്നുണ്ടോ നോക്കട്ടെ. കണ്ടോ നിങ്ങള്? കാണിച്ച പോലെ തന്നെ അതിന്റെ അകത്ത് കാണിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലായിരുന്നു. ഓരോ തവണ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മള് ഓടിച്ചോ. എന്റെ ബലത്തിന്റെ കൂടുതലാണോ അതോ ഞാൻ ഇനി എഴുതാൻ നോക്കട്ടെ. അത് ഓടിച്ചോ. എന്റെ പൂ വലിയ പൂവാണ്, തീർത്തത്. നല്ല വൃത്തിക്ക് ഇരുന്ന സാധനം അത് ഓടിച്ചത്. ഇപ്പൊ ഫ്ലഷ് ചെയ്യല്ലേ, ഉണങ്ങി പിടിക്കട്ടെ. അങ്ങനെയാണോ? പിന്നല്ലേ ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് അതുകൊണ്ട് പുറത്ത് പോകും. ഇനി അത് നല്ല മണമൊക്കെ ഉണ്ട്. പക്ഷെ ഈ നടുക്കത്തെ പൂവുണ്ട്, അങ്ങനെ ഇരിക്കേണ്ട സംഗതിയാണ് വെച്ചിരിക്കുന്നത്. പുറത്ത് പോകും. പെട്ടെന്ന് തീർന്നു പോയി. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ശക്തിയായിട്ട് പുഷ് ചെയ്തു. പക്ഷെ അത് അങ്ങനെ ബ്ലോക്ക് പോലെ വന്നപ്പോൾ ഞാൻ ഇച്ചിരി പുഷ് ചെയ്തതാണ്. ഇനി അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടോ ഇത് കളയാം കേട്ടോ. ഇത് വളരെ നമ്മൾ ക്ലോസറ്റിൽ വെക്കുമ്പോ അറിയാലോ അൺഹൈജീനിക് ആണ്. നമുക്ക് തിരിച്ച് ഗാർബേജ് ഇടിയപ്പൊന്നും ഉണ്ടാക്കുന്നില്ല ആരും വിചാരിക്കണ്ട. അതുപോലെ വന്നാൽ അത്തപ്പൊക്കെ ഇടുന്ന പോലെ. അല്ല ഇത് നല്ലതാണെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് നാട്ടിൽ പോകുമ്പോഴോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഫ്ലഷ് ചെയ്ത് കാണിക്കാം. ഉണങ്ങി കാണുമായിരിക്കും. നമ്മുടെ പാചകം അല്ല ഇതിന് പല പല കളർ കിട്ടത്തില്ലേ? പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിപ്പോ ലെമണിന്റെ ഫ്ലേവർ ആണ്. ഇനി നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറിയ പൂക്കൾ വെച്ചാൽ ഒരുപാട് വെക്കാൻ കാണത്തില്ല.
ഒരു 10 ഒരു യൂസിനെ കാണത്തുള്ളൂ. 1-2 യൂസിനൊക്കെ കാണത്തുള്ളൂ. ഇനി ഇത് ക്വാളിറ്റി ഉണ്ടോന്ന് അറിയണം, അതാണ് മെയിൻ. പത വരുമെന്നല്ലേ പറഞ്ഞത്? ജെല്ലാണ്. ഫ്ലഷ് ചെയ്യാൻ നോക്കി. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കും. ഒരു സ്മെല്ലുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലേ? പതയുണ്ട്, ചെറിയ പത ഇങ്ങനെ വരുന്നുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതെ അതെ. ഇതിങ്ങനെ ഈ വെള്ളം പോകുന്നതനുസരിച്ച്, അതായത് വെള്ളമേ, അതായത് നമ്മുടെ സോപ്പ് കണക്ക് ഇത് അലിഞ്ഞലിഞ്ഞ് തീരണം. അതായത് ഈ സംഭവം അവിടെ ഇരുന്നോളൂ. അതായത് ഇത് നമ്മളിങ്ങനെ അലിഞ്ഞലിഞ്ഞ് തീരണം, ഇല്ലാതാകണം. പക്ഷെ ഇത് എത്രമാത്രം ഹൈജീനിക് എന്ന് വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മള് തീരുമല്ലോ. ഇതേല് നമ്മള് പിന്നെ മേളിലോട്ട് കയറ്റി ഒട്ടിക്കണം, ഇത്ര താഴെ വെക്കരുത്. വെള്ളം വരുന്ന ആ റൗണ്ട് ഇല്ലേ, അവിടെ കയറ്റി ഒട്ടിക്കണം, താഴെ വെക്കരുത്. നമ്മുടെ ഫസ്റ്റ് ട്രൈ അല്ലായിരുന്നു, ജസ്റ്റ് ഓക്കെ. നമ്മൾക്ക് ഇനി ഇതിന് മണവും ഗുണവും ഉണ്ടോ എന്ന് നമ്മൾ അറിയിക്കാം. അതാണ് അല്ലേ, നമുക്കിത് ലാസ്റ്റ് ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വീഡിയോയ്ക്കകത്ത്. ഓക്കെ, താങ്ക് യു. സമല ക്ലാസ് തുടങ്ങാറായില്ല, പോയിരിക്കേ.